കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ വീണ്ടും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചതാകുന്ന വിഷയം, വിശേഷിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമൊക്കെയുള്ള ചില വേദഭാഗങ്ങൾ തെറ്റായി മനസ്സിലാക്കുന്നത് നിമിത്തം ചില വളരെ ഗൗരവതരമാകുന്ന ഉപദേശ വ്യത്യാസം ചിലയിടങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വേദഭാഗങ്ങൾ അങ്ങനെ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഒരുപക്ഷെ വേദപുസ്തകം സീരിയസ് ആയിട്ട് വായിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വേദഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനിടയായി. അത് മത്തായിയുടെ സുവിശേഷം 10:23, മത്തായി സുവിശേഷം 16:28, മത്തായി സുവിശേഷം 24:34, ലൂക്കോസിൻ്റെ സുവിശേഷം 9:27, മാത്യൂസ് ഗോസ്പൽ 10:23. ആ വാക്യം ഒന്ന് വായിക്കാം നമ്മൾ. നോക്കുക, അവിടെയുള്ളതാകുന്ന ആ ഒരു പദപ്രയോഗം, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള വേദഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. 16:28 കർത്താവ് പറയുന്ന കാര്യം അതൊന്നുകൂടി വായിച്ചോളൂ. 16:28. ഓക്കെ, അപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുവോളം, 10:23 മനുഷ്യപുത്രൻ വരുവോളം. ഇവിടെ കർത്താവ് പറയുന്നത് രാജ്യത്തിൽ വരുവോളം മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ ചിലരുണ്ട്. 24-34 നമ്മൾ വായിക്കുന്നുണ്ട്, ഇതൊക്കെയും സംഭവിച്ചു തീരുവോളം. ട്രൂലി ഐ സേ ടു യു, ദിസ് ജനറേഷൻ വിൽ നോട്ട് പാസ് അവേ അണ്ടിൽ ഓൾ ദീസ് തിങ്സ് ടേക്ക് പ്ലേസ്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും 9:27 നമ്മളത് വായിക്കുന്നുണ്ട്, ഇതേ കാര്യം തന്നെ. അപ്പോൾ ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ വരവ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ അന്ന് കർത്താവ് ആരോട് സംസാരിച്ചോ അവരുടെ ജീവകാലത്ത് തന്നെ, നിങ്ങളെല്ലാവരും എൻ്റെ ഇപ്പോൾ ഫോളോ ചെയ്യണേ, ഓക്കെ, അവരുടെ ജീവകാലത്ത് തന്നെ കർത്താവ് വരും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് വന്നേച്ചു പോയി. അതാണ് ആ ഉപദേശത്തിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു ഉപദേശം, അത് ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 1.5 നൂറ്റാണ്ടിന് മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു തെറ്റായ പഠിപ്പിക്കൽ. അതിന് മുമ്പില്ലായിരുന്നു. ഏകദേശം ഒരു 1.5, ഓൾമോസ്റ്റ് 1.5 century before this kind of teaching began to come up in Christian churches. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപക്ഷെ നമ്മളത് വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ചിലരത് പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ, വളരെ സീരിയസ് ആയിട്ടുള്ള ഉപദേശ വൈപരീത്യങ്ങൾ നമ്മുടെ ഇടയിൽ കടത്തിയാലൊന്നും ഇത് നമുക്കൊന്നും അറിയത്തേയില്ല എന്ന് പറഞ്ഞാൽ, വി ആർ ഓൾ ബിബ്ലിക്കലി
ബിക്കമിങ് ഇലിറ്ററേറ്റ്. വേദപുസ്തകപരമായിട്ട് നമ്മളൊക്കെ എന്താ പറയുന്നത്, നമുക്ക് നമ്മൾ അറിവില്ലാത്തവരായിട്ട് തീർന്നു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അതൊക്കെ അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതല്ലാതെ തന്നെ നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് എക്സ്പോസിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് എന്നൊക്കെ പരമാർത്ഥമായിട്ട് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് വേദപുസ്തകം വായിക്കുന്ന എല്ലാവർക്കും ആ സംശയം ഉണ്ടാകും, അല്ലേ? സീരിയസ് ആയിട്ട് നമ്മൾ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ വൈ ഇറ്റ് ഈസ് സോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ളതാകുന്ന ഒരു ഉത്തരമാണ് നൽകുവാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കാനായിട്ട് ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു, ഈ ഓരോ വാക്യങ്ങളും നമ്മൾ വിശദമായിട്ട് പഠിക്കും. അത് ഇന്നും നമുക്ക് അതിന് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് യു ഷുഡ് പ്ലീസ് ഫോർഗീവ് മീ. ആ വേദഭാഗം നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാകുന്ന വിഷയം, ഈ വേദപുസ്തകം എങ്ങനെയാണ് ലോകത്തെ ലോകത്തിൻ്റെ ചരിത്രത്തെ കാണുന്നതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ ലോകം, അത് എന്താ പറയുന്നത്, ഒരു ഇൻഫിനിറ്റായിട്ട് അല്ലെങ്കിൽ അന്തമില്ലാത്ത നിലയിൽ ഇതിങ്ങനെ അങ്ങ് തുടർന്നു പോകും എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം നേരെ മറിച്ച് ആ പാപം നിമിത്തം ദൈവം സൃഷ്ടിച്ചപ്പോൾ നല്ലതെന്നും ദൈവം കണ്ടു. ദൈവം ആ സൃഷ്ടിയെ അനുഗ്രഹിച്ചു, ബ്ലസ് ചെയ്തു. ഗോഡ് ബ്ലെസ്ഡ് ദ ക്രിയേഷൻ ആൻഡ് ദ ബൈബിൾ സേസ്, കർത്താവ് അത് നല്ലതെന്ന് കണ്ടു. അപ്പോൾ ആ ഒരു നല്ലതെന്ന് കണ്ട അങ്ങനെ അനുഗ്രഹിച്ച ആ ഒരു ക്രിയേഷനെയും മനുഷ്യനെ ദൈവം പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, അവൻ്റെ ശരീരവും ദൈവം വീണ്ടെടുക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് പാപം നിമിത്തം അവൻ വീണുപോയെങ്കിൽ മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുന്നു. ആ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ ആ റിഡംപ്റ്റീവ് പ്രോസസ് ദൈവം ആരംഭിക്കുന്നു. ആ റിഡംപ്ഷൻ എന്നുള്ളത് കേവലം മനുഷ്യൻ്റെ ആന്തരിക അല്ലെങ്കിൽ ആ സ്പിരിച്വൽ പാർട്ട് മാത്രമല്ല. വേദപുസ്തകം കൃത്യമായിട്ടും പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ ശരീരവും ദൈവം ഒരു ദിവസം എന്ത് ചെയ്യും? വീണ്ടെടുക്കും. അപ്പോൾ അങ്ങനെയാണ് വേദപുസ്തകം ഈ ലോകത്തെ കാണുന്നത്. അതുമാത്രമല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് ദൈവം അനുഗ്രഹിച്ചതാകുന്ന സൃഷ്ടി ശാപത്തിന് അധീനമായത്. ആ സൃഷ്ടിയെയും ദൈവം എന്ത് ചെയ്യും? വീണ്ടെടുക്കും. ഇതാണ് വേദപുസ്തകം ചരിത്രത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മുഴുവൻ ആ ചരിത്രത്തെ അങ്ങനെയാണ് കാണുന്നത്. ആ ഒരു റെസ്റ്റോറേഷൻ ഈസ് ദർ. ഇത് ദൈവവചനത്തിൻ്റെ വളരെ വ്യക്തമായ പഠിപ്പിക്കലാണ് എന്ന് ചില വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്, ഈ വേദപുസ്തക പ്രവചനങ്ങൾക്ക്, അതായത് നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ സാവധാനതയിൽ ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ചിലർ പറഞ്ഞു എന്തോ അല്പം കൂടെ ഒന്ന് വിശദമാക്കണം എന്നോട് ആവശ്യപ്പെട്ടു, അല്പം കൂടെ ഒന്ന് ലളിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് I will try my best to make it as simple as I can.
എത്രത്തോളം അത് സിമ്പിളാക്കാമോ അതിന് ഞാൻ പരിശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതാകുന്ന ആ വേദഭാഗങ്ങളുടെ വിശദീകരണമല്ല. അത് നമ്മൾ ഓരോന്നായിട്ടെടുക്കും. എന്നാൽ അതിനു മുൻപേ ബിബ്ലിക്കൽ പ്രോഫസീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബിബ്ലിക്കൽ പ്രോഫസീസ് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് 2 പദങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ്. അപ്പോൾ വേദപുസ്തകത്തിലുള്ള ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നു. എന്നാൽ സമ്പൂർണമായി നമ്മളിപ്പോഴും അനുഭവിച്ചിട്ടില്ല. ഇത് തമ്മിൽ ഈ 2 ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ് എന്നുള്ളതാകുന്ന ഒരു ടെൻഷൻ. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം, റാദർ ദർ ഈസ് എ തിയോളജിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ ദ ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ്. ഞാനത് വേദപുസ്തകത്തിൽ നിന്നും വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുതിയ നിയമകാലം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. പുതിയ നിയമമെന്ന് പറയുന്നത് നിവൃത്തീകരണത്തിൻ്റെ കാലമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ വിശദമാക്കാം. പഴയ നിയമത്തിൽ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് കാണുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഇന്നതിന് നിവൃത്തി വന്നു. വായിച്ചിട്ടില്ലേ? ഇന്നത് നിവൃത്തിയാകേണ്ടതിന്. അപ്പോൾ ആ ഒരു ഫുൾഫിൽമെൻറ്റിനെ കുറിച്ച്, നിവൃത്തീകരണത്തെക്കുറിച്ചാണ് ഈ മത്തായി സുവിശേഷം തുടങ്ങി പറയുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരുന്നതാകുന്ന ആ പ്രവചന വാക്യങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ട് ഇന്നത് സംഭവിച്ചു, അങ്ങനെ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. മത്തായി സുവിശേഷവും അങ്ങനെ ആ സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നതിന് നിവൃത്തി വരേണ്ടതിന്, ഒരു പഴയ നിയമവാക്യത്തെ എടുത്തിട്ട് ഇന്നതിന് നിവൃത്തി വന്നു. കൂരിലും അന്ധതമസിലും ഇരുന്നവർ വലിയൊരു വെളിച്ചം കണ്ടു എന്ന് യെശയ്യാവ് പറഞ്ഞത് നിവൃത്തി വരേണ്ടതിന്. നോക്കിയേ, അതുപോലെ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു എന്നെഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരേണ്ടതിന്. നോക്കിയേ, അപ്പോൾ എല്ലാ വേദഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ മെസ്സയാനിക് ഏജ്, അതായത് മിശിഹ വന്നത് ഇറ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസീസ്. അപ്പോൾ ആ പഴയ നിയമ തിരുവഴുത്തുകളിൽ മെസ്സിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനങ്ങളുടെ നിവൃത്തിയുടെ ഇനാഗുറേഷനാണ് യേശു കർത്താവ് വന്നപ്പോൾ സംഭവിച്ചത്. സോ ദ മെസ്സയാനിക് ഏജ് ഓഫ് വിച്ച് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ് prophesied has come to be fulfilled in Jesus Christ, but that fulfillment process has been inaugurated. It has began to be fulfilled in Jesus Christ. നിങ്ങൾ എൻ്റെ ഒപ്പം വരണേ. യേശു കർത്താവിൽ ഈ പഴയ നിയമ പ്രവചനങ്ങൾ മിശിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ആരംഭിക്കുകയാണ്.
ആരംഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദ ഇനാഗുറേറ്റഡ് ആസ്പെക്ട് ഓഫ് ദ ഏജ് ടു കം, വരാൻ പോകുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് യെശയ്യാവ് എന്ന് തുടങ്ങിയ ആ സകല പ്രവാചകന്മാരും പറഞ്ഞേക്കുന്നത്. ആ വരുവാൻ പോകുന്നതാകുന്ന ആ യുഗത്തിൻ്റെ സമ്പൂർണത ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഒപ്പം വരണേ. ഇറ്റ് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ്. ആ ഏജ് ആരംഭിച്ചു, പക്ഷെങ്കിൽ അത് സമ്പൂർണമായിട്ടില്ല. അത് ഈ ബിബ്ലിക്കൽ പ്രൊഫസീസിൻ്റെ ഒരു സവിശേഷതയാണ്. നമുക്ക് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണത്തിന് ജനസിസ് 3:15, അതായത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3:15 നമ്മളൊന്ന് വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. 3:15 ദയവായിട്ടൊന്ന് വായിച്ചോളൂ. യെസ്. അപ്പോൾ ഈ ഒരു പ്രൊഫസിയുടെ ആദ്യത്തെ പ്രവചനമാണ് മിശിഹായെ കുറിച്ചുള്ള the very first prophecy about Jesus Christ. But this prophecy has been fulfilled on the cross. ക്രൂശിൽ ഈ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി സംഭവിച്ചു. എന്നാൽ അത് ക്രൂശിൽ നിവൃത്തി സംഭവിച്ചു എങ്കിലും അതിൻ്റെ സമ്പൂർണമാകുന്ന നിവൃത്തി വരുന്നത് വിവിധ പാദങ്ങളായിട്ടാണ്. See, the first prophecy of Scripture finds its fulfillment in the first coming of Christ and yet reaches its culmination in stages. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള ആ വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ. യെസ്. യെസ്. നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ആ ശുശ്രൂഷയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി 3:15 പിശാചിൻ്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ സംഭവിക്കുക. ഇനി യോഹന്നാൻ 12:31 ഒന്ന് വായിച്ചോളൂ. ജോൺസ് ഗോസ്പൽ 12:31. മോനെ മൈക്ക് ഒന്ന് കൊടുക്കാമോ അവിടെ? ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, പുറത്ത് തള്ളിക്കളയും. ഓക്കെ. അപ്പോൾ പഴയ നിമിത്തം നമ്മൾ കണ്ടു, സർപ്പത്തിൻ്റെ തലയെ തകർക്കും. യേശു കർത്താവിൻ്റെ ആ രോഗസൗഖ്യത്തിലും അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുന്നതിലും ആ ശുശ്രൂഷ നടക്കുന്നത്, അല്ലെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടുന്നു എന്നുള്ളതാകുന്ന ആ പ്രയോഗം നമ്മളവിടെ കാണുന്നു. യോഹന്നാൻ 12:31 വരുമ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഇനി റോമർ അതിൻ്റെ 16-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചോളൂ.
റോമർ 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. നോക്കുക, അപ്പോൾ മനസ്സിലാക്കണം, യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിലെ ആ പ്രവൃത്തിയുടെ ശേഷമാണ് ഏത് ലേഖനം എഴുതുന്നത്? റോമാലേഖനം എഴുതുന്നത്. അന്നേരം പൗലോസ് പറയാം, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ വേഗത്തിൽ ചതച്ചു കളയും. അപ്പം ഞാൻ ഈ വാക്യങ്ങൾ എന്തിനാ വായിച്ചത്? പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൾ അറ്റ് വൺസ്. ഒന്നിച്ച് ഒരു സ്ഥലത്തങ്ങ് നിവൃത്തിയാവുകയല്ല. പിന്നെയോ അത് ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ പ്രവചനങ്ങളുടെ നിവൃത്തി കർത്താവിൻ്റെ വരവോടെ ആരംഭിക്കുകയാ ചെയ്തത്. ഇനാഗുറേഷനായി അവിടെ സംഭവിച്ചത്. എന്നാൽ അതിൻ്റെ സമ്പൂർണമാകുന്ന നിവൃത്തി എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ വരവെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ആ പ്രവചന നിവൃത്തി കർത്താവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ ആരംഭിക്കുന്നു എങ്കിൽ അതിൻ്റെ പരിസമാപ്തി എന്നുള്ളത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് സംഭവിക്കുന്നത്. അതാണ് റോമാലേഖനം 16:20 നമ്മൾ വായിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെയാക്കി ചതച്ചു കളയും. അത് ഫുൾഫില്ല് ചെയ്യപ്പെടാനുള്ള പ്രൊഫസിയാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ്, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടയിൽ ഈ അബദ്ധങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ യഥേഷ്ടം വിഹരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടത്തിയേച്ച് നമ്മുടെ ഇടയിൽ ഇന്ന് ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. ബലൂണും ഈ അതുപോലുള്ള കാറ്റ് നിറച്ച് ബലൂണൊക്കെ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ചവിട്ടി പൊട്ടിച്ച്, കണ്ടോ, സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി ചതച്ചു കളയും. അതിൻ്റെ നിവൃത്തിയാണ് നമ്മുടെ കാൽക്കീഴയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. നമ്മൾ ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പം സത്യത്തിൽ പിശാച് ചിരിക്കുക, പിശാച് പ്രോത്സാഹനം കൊടുക്കുക. പറഞ്ഞോ പ്രോത്സാഹനം കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് വേണേ ഒരു വ്യാജമായ അടയാളം കൂടെ അവിടെ കൊടുക്കും. എന്തിനാണെന്നറിയാമോ? ജനത്തെ വഞ്ചിക്കാൻ. കാരണം തെറ്റ് വിശ്വസിക്കാൻ വേണ്ടി എന്ത് പ്രോത്സാഹനവും പിശാച് കൊടുക്കും. മറക്കരുത്. തെറ്റ് വിശ്വസിക്കുവാൻ, തെറ്റായതിലേക്ക് ജനത്തെ മാറ്റുവാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവം അത് അനുവദിക്കുമോ? ദൈവം അനുവദിക്കും. എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നതെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. ഒരു വാക്യം ഈ വിഷയത്തോട് ചേർന്നതല്ലെങ്കിലും പറഞ്ഞു വന്നതുകൊണ്ട് അങ്ങ് വായിച്ചു. തെസ്സലോനിക്കരുടെ ലേഖനം 2-ാമത്തെ അധ്യായം Second Thessalonians chapter 2. ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പം ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, കാരണം യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എതിർ ക്രിസ്തു ഇപ്പോൾ തന്നെ ലോകത്ത്. അപ്പോൾ അധർമ്മത്തിൻ്റെ ആ വ്യാപാരം ഇപ്പം തന്നെ ഉണ്ട്. അന്ന് 1-ാം നൂറ്റാണ്ടിൽ തൊട്ടേ ഉണ്ട്. അതാ ഇപ്പം തന്നെ ഉണ്ടെന്ന് യോഹന്നാനൊക്കെ വായിച്ചോളൂ. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അന്ന് നശിപ്പിക്കും. ഇനി അടുത്തത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് നശിച്ചു പോകുന്നവർക്ക്.
അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അബദ്ധങ്ങൾ വിശ്വസിക്കുവാൻ തങ്ങളെ തന്നെ അങ്ങ് സോൾഡ് ഔട്ട് ചെയ്ത കുറേ പേര് ദൈവമക്കളെന്ന് പറഞ്ഞ പേരിലുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞാലും സത്യ ഉപദേശം അവർക്ക് ഉൾക്കൊള്ളാൻ മടിയാണ്. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? വായിച്ചു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അത് ശ്രദ്ധിക്കണം, വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. അപ്പൊ അടയാളമുണ്ടോ? പിശാചിന് അടയാളം ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ട്. അടുത്തത് അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. അപ്പോൾ ഇതിന്റെ എല്ലാം അണ്ടർലൈങ് മോട്ടീവ് എന്താണെന്നറിയാമോ? ഡിസപ്ഷൻ. വഞ്ചിക്കുക എന്നുള്ളതാ വിഷയം. അപ്പൊ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ സഭകളിൽ നടക്കും. അതിന് കൈയടിക്കാനും ആളുണ്ടാകും. പക്ഷേ അതിന് പ്രോത്സാഹനം പിശാചിങ്കിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം എന്താണെന്നറിയാം, തെറ്റ് പറയാൻ വേണ്ടിയിട്ട് തെറ്റാരേലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തൊത്താശയും പിശാച് ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുഭവങ്ങളോ അടയാളങ്ങളോ അത്ഭുതങ്ങളോ അല്ല. യേശു കർത്താവിൻ്റെ അടുക്കൽ അനേകര് പല സംശയം കൊണ്ടുവന്നു. കർത്താവിന് വേണമെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ മതി, അതങ്ങനല്ല ഇങ്ങനാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ്. പക്ഷെ കർത്താവ് അങ്ങനല്ല പറഞ്ഞത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇറ്റ് ഈസ് റിട്ടൺ. ഏത് ചോദ്യം ചോദിച്ചപ്പോഴും നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്ക്, കർത്താവിൻ്റെ അടുക്കൽ അനവധി ചോദ്യങ്ങളുമായിട്ട് പലരും വന്നു. ഉത്തരം ഒന്നേ ഉള്ളൂ, എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? ഹൗ ഡു യു റീഡ് ഇറ്റ്? എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതാ കർത്താവ് ചോദിക്കുന്നത്. സോ ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഈസ് നോട്ട് any so-called signs or wonders or even our own experiences. Rather, it is the objective word of God. ദൈവവചനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവവചനത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാൻ പിശാച് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും. അതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത്. പിശാചിൻ്റെ അന്തിമമാകുന്ന ന്യായവിധി ഇതുവരെ വന്നിട്ടില്ല, അത് വരും. എപ്പോഴാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 19-20 അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ആ വേദഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓൾദോ ദ പ്രൊഫസി ഹാസ് ബീൻ ഗിവൺ ഇൻ ദ ഫസ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്, ബട്ട് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഈവൻ ദാറ്റ് പ്രൊഫസി ഈസ് ബീങ് ഫുൾഫിൽഡ് ഇൻ സ്റ്റേജസ്. ഇറ്റ് ഈസ് ബീങ് ഫുൾഫിൽഡ് ആൻഡ് ഇറ്റ് വിൽ റീച്ച് ഇറ്റ്സ് കൾമിനേഷൻ when our Lord returns. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഇത് സമ്പൂർണമായും നിറവേറും. ഇപ്പൊ തല തകർക്കപ്പെട്ടവനായിട്ടിരിക്കുന്നെങ്കിലും God has given him a certain freedom. പക്ഷെങ്കിൽ ആ ഫ്രീഡം എന്നുള്ളത് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതുപോലെ he is on a leash. ഒരു കടിച്ചു കീറുന്ന പട്ടിയെ ഒരു ലീഷിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നത് പോലാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ് പിശാച്. അത് നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ്. പക്ഷെങ്കിൽ ഒരു ദിവസം വരും പിശാചിനെ
തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഫൈനലി അത് സംഭവിക്കും. ഓക്കെ, ഇനിയും മറ്റൊരു വേദഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതും ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ് എന്ന നിലയിലാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഹിയർ. ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, see, this is what is going to happen when the kingdom of God comes. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവ് ഭൂതങ്ങളെ എന്ത് ചെയ്തു? പുറത്താക്കി. ഇന്നും എന്തുകൊണ്ട് ഭൂതങ്ങൾ വിട്ടുപോകുന്നു? ബിക്കോസ് ഗോഡ്സ് കിങ്ഡം ഈസ് ഹിയർ. ദൈവരാജ്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ടാ. പക്ഷെങ്കിൽ ഇനി 1-2 വാക്യം കൂടെ നമ്മൾ വായിക്കണം. കൊലോസ്യർ 1:13. നിങ്ങളെ, ഇപ്പോൾ ദൈവരാജ്യം ഇവിടെയുണ്ട്, നിങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ, വായിച്ചോ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും. നോക്കുക, അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടു. ഒന്ന്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ഹിയർ ആൻഡ് എവ്രി റിഡീംഡ് ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ഇൻ ദാറ്റ് കിങ്ഡം. അല്ലേ? ദൈവരാജ്യം ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ആ ദൈവരാജ്യത്തിൽ ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ നമ്മുടെ ജെറിന് എനിക്ക് പാട്ടുകൾ അയച്ചു തരുമ്പോൾ ഞാനതൊന്ന് സ്ക്രൂട്ടണൈസ് ചെയ്ത് എന്താ പറയുന്നേ, ഒന്ന് സ്ക്രീൻ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ പാട്ടുകളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് എവിടാണെന്ന് അറിയാമോ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ആ കൊലോസ്യർ 1:13 ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചവന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്തിനാ, വൈ വി കം ടുഗെദർ, എന്തിനാ വരുന്നത്? നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അത് മാത്രമല്ല, ഒന്നിച്ചു കൂടി വരുമ്പോൾ ഒന്നിച്ച് ചേർന്ന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ഇപ്പൊ ഞങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചല്ലോ, സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിലും അവിടുത്തെ രക്ഷണ്യ പ്രവൃത്തിയിലും ഫോക്കസ് ചെയ്യുന്ന സ്തോത്രഗീതങ്ങൾ പാടണം എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ. മനസ്സിലായോ? ഇവിടെ പോൾ തന്നെയാണ് പറയുന്നത്. ഇനി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്നങ്ങ് പറയാം. ഈ ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് എന്താ പറയുന്നത്, 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് 2:5 തുടങ്ങുന്നത്. എന്നിട്ട് അടുത്ത വാക്യം മുതൽ ഉള്ളതാകുന്ന ആ വേദഭാഗം അനേക വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്, അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അഭിപ്രായപ്പെടുന്നത് ഇറ്റ് ഈസ് ആൻ ഓൾഡ് ഹിം വിച്ച് the first century people sang.
അതായത് 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾ കൂടി വന്നപ്പോൾ അവർ പാടുവാൻ ഉപയോഗിച്ച ഒരു കീർത്തനം പോൾ അങ്ങോട്ട് എഴുതുകയായിരുന്നു. ഒരു പാട്ടായിരുന്നെന്ന്. ആ പാട്ടിൻ്റെ വരികൾ, അത് പാട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആ പാട്ട് എന്താണെന്ന്. എൻ്റെ വിഷയമല്ല എങ്കിലും ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടും എനിക്ക് സാവധാനത്തിൽ പറയാനുള്ള അവസരമുള്ളത് കൊണ്ടുമാണ് ഞാൻ അതും പറഞ്ഞേ. അത് നിങ്ങൾ താഴോട്ട് വായിച്ചാൽ അത് ഇറ്റ്സ് ഫുള്ളി ഫോക്കസസ് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നോക്കിയേ, ക്രിസ്തുവിനെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾ കൂടി വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരെല്ലാം കൂടി വന്നത് കർത്താവിലൂടെയുള്ള റിഡംഷനെ ഓർത്തിട്ട് സന്തോഷത്തോടെ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫോക്കസ് മുഴുവൻ കർത്താവിലാകണമെന്ന്. അങ്ങനെയാണ് നമ്മൾ പാടേണ്ടത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടല്ലേ കർത്തൃമേശ പോലും കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവ് വേറൊന്നിനെക്കുറിച്ചും ഓർക്കാനായിട്ടൊരു ഓർമ്മയ്ക്കൊന്നും കൊടുത്തില്ല. ഒറ്റ കാര്യമേ ഓർമ്മയ്ക്കായിട്ട് കൊടുത്തുള്ളൂ. ഏതാ? ക്രോസ്. ഓർത്തോണമെന്ന്, ഇത് മറക്കല്ലെന്ന്, മറക്കാതിരിക്കാൻ. അത് സിംപ്ലി, ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി എ ഫൊർഗെറ്റ് മീ നോട്ട് ടൈപ്പ് ഓഫ് തിങ്. Rather, it has got so much of significance. ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, how the Lord himself wanted his children to remember him, especially when we come together. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ കർത്താവിൻ്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ലോർഡ് സപ്പർ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നോക്കി, ആ ഫോക്കസ് എല്ലാം ക്രിസ്തുവിലാണ്. സകല ക്രിസ്തുവിലോട്ടാണ് ഫോക്കസ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അവർക്കെല്ലാം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ, അവർക്ക് കുഴപ്പമേ ഉള്ളായിരുന്നു. അവർക്ക് പീഡയും ബുദ്ധിമുട്ടും ഉപദ്രവവും ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഇടയിൽ ധനികന്മാരുണ്ടായിരുന്നു. അവർക്ക് സുഖമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവർക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ലേഖനങ്ങൾ വായിച്ചു നോക്കി അറിയാമല്ലോ. അതുകൊണ്ടല്ലേ പൗലോസിന് എഴുതേണ്ടി വന്നത് തന്നെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും. അപ്പോൾ ബുദ്ധിമുട്ടുന്നവരായിരുന്നെങ്കിലും പോൾ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറട്ടെ, എല്ലാവരും കൂടി ഒന്ന് സ്തുതിച്ചേ, ഒന്ന് സ്തോത്രം ചെയ്തേ, ബുദ്ധിമുട്ടെല്ലാം ഒന്ന് മാറട്ടെ. അല്ല, ഫോക്കസ് on the Lord and his cross. ദൈവസ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവനെ ഓർക്ക്. എന്നിട്ട് അവിടുത്തെ ആ സ്വഭാവം നമ്മിലോട്ട് വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഈ പാടുന്ന പാട്ടുകൾക്ക് ഭയങ്കര ഇൻഫ്ലുവൻസാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ടല്ലോ, പാട്ടിലാക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ, ഈ സംഗീതത്തിനൊരു ഭയങ്കര ഇഫക്റ്റുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ശരിയായതേ പാടാവെന്ന് ഞാൻ പറയുന്നത്. അല്ലെ തെറ്റിങ്ങനെ മനസ്സിൽ കിടക്കും. മനസ്സിലായോ ഞാനീ പറയുന്നതിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, ഈ മഹാരാഷ്ട്രയിലൊക്കെ ജീവിച്ചവർക്കറിയാം, 10 ദിവസം അവിടെ ഈ ഗണേശ് ചതുർത്ഥി എന്നും പറഞ്ഞ്, ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്, ഒത്തിരി കുറവുണ്ട്. സൗണ്ടിൻ്റെ കൺട്രോളൊക്കെ സുപ്രീം കോർട്ട് ഇടപെട്ടു വന്നേ പിന്നെ ഇച്ചിരി കുറവുണ്ട്. മറ്റേ ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ്. ഞാൻ നിങ്ങളോട് ഞാനൊരു ദിവസം രാവിലെ എണ്ണീറ്റപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന പാട്ട്, അവർ പറയുന്നത് ഗണപതി പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അറിയാം, എൻ്റെ മനസ്സിലേക്ക് വരിക. ഐ കുഡന്റ് ഹെൽപ്പ്. സത്യം പറയുക. കാരണം ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഇതങ്ങ് അടിച്ചും ഉള്ളിലോട്ടങ്ങ് കയറുക. അപ്പം നമ്മളെ എന്താണോ ഫീഡ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് പതുക്കെ വരും. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരെന്തോ ഇതെന്നറിയാമോ? പാട്ടെഴുതി. ഏതിനെക്കുറിച്ചാണ് പാട്ടെഴുതിയെന്നറിയാമോ? അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ ഇത് പാടാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഉള്ളിലേക്ക് കയറുക. ജീവിതത്തിലെ പെരുമാറ്റം, ചന്തയിൽ പോകുമ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴും ഇതെല്ലാം ഉള്ളിലുണ്ട്. പാട്ടിങ്ങനെ ഉള്ളിൽ കിടക്കുക. കർത്താവേ, എന്നെ അങ്ങേപ്പോലെ ആക്കണമേ. സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമ്പോൾ. നോക്കിക്കേ, ഇതാ സംഭവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, റൈറ്റ് തിയോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനിവേ, നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. നമ്മൾ പറഞ്ഞത് ഇത്രയാണ്: ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ഹിയർ ആൻഡ് വി ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അറ്റ് ദ സെയിം ടൈം ദ കിങ്ഡം ഈസ് എറ്റ് ടു കം. ദ കിങ്ഡം ഈസ് എറ്റ് ടു കം. ശ്രദ്ധിച്ചേ, മത്തായിയുടെ സുവിശേഷം 6:10 നമുക്കറിയാവുന്നൊരു വാക്കാ, നമുക്കറിയാവുന്ന അല്ലേ? വായിച്ചു, എങ്കിലും വായിച്ചു. നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കിങ്ഡം ഈസ് ഓൾറെഡി ഹിയർ. കർത്താവ് പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞേ. പക്ഷെ അതേ സമയം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുക, പ്രാർത്ഥിച്ചോണം നിന്റെ രാജ്യം വരണമേ. ഓൾറെഡി ആൻഡ് നോട്ട് എറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഓൾറെഡി ദ കിങ്ഡം ഈസ് ഹിയർ. Already we are in the kingdom of his son, not yet. എന്നാൽ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് പറയുക, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. സി, ബിബ്ലിക്കൽ പ്രോഫസീസിന്, വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. The Messianic age has come. മിശിഹായുടെ ആ യുഗം ആരംഭിച്ചു. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചു, ശിഷ്യന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അവിടുത്തെ രാജ്യം വരണമേ. അപ്പം രാജ്യം വരുമോ? നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണേ, ഈ രാജ്യമെന്ന് പറയുന്നതിന് കേവലം ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റേ ഉള്ളായിരുന്നു എങ്കിൽ അത് ഓൾറെഡി വന്നല്ലോ. കാരണം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, വന്നു കഴിഞ്ഞു. നിങ്ങൾ സ്നേഹസ്വരൂപനാകുന്ന പുത്രൻ്റെ രാജ്യത്തിൽ ആയിക്കഴിഞ്ഞു. ആ ഒരർത്ഥം മാത്രമേ അതിനുള്ളെങ്കിൽ കർത്താവ് പിന്നെ പഠിപ്പിക്കുമോ നിന്റെ രാജ്യം വരണമേ? ഇല്ല. ആത്മീകമായി ദൈവരാജ്യം വന്നു, എന്നാൽ ഐഹികമായി ആ രാജ്യം വരും. അത് നിശ്ചയമായും വരും, നിശ്ചയമായിട്ടും വരും. എന്നാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ അത് വരും. കാരണം ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. 2 തിമത്തിയോസ് 4:1 വായിച്ചോളൂ. 2 തിമത്തി 4:1. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത് പറയുന്നതെന്നറിയാമോ? വചനം പ്രസംഗിച്ചോണമെന്ന്. കാരണം അതിന് താഴോട്ട് പറയുന്നുണ്ട്, അതിന്റെ കാരണം ആൾക്കാർക്ക് കെട്ടുകഥ കേൾക്കാനാണ് ഇഷ്ടം. കെട്ടുകഥ, വേറും കെട്ടുകഥ. സ്വയം ഞാൻ വലിയ ആളാണെന്ന് പറയുന്ന കഥ, കെട്ടുകഥകളാണ്. അപ്പോൾ കെട്ടുകഥ കേൾക്കാനായിട്ട് അവർക്ക് അവരുടെ ഇച്ചിങ് ഇയേഴ്സ്, അതാണ് പറയുന്നത്, ചൊറിയുന്ന ചെവിയെന്ന്. ആ ചൊറിയുന്ന ചെവിയിലോട്ട് പണ്ടൊക്കെ നാട്ടിൽ തൂവലൊക്കെ എടുത്ത് ഇങ്ങനെ ചൊറിയും, എന്നോ നല്ലൊരു സുഖം അല്ലേ? അത് തന്നെ ആത്മീകമായിട്ട് സംഭവിക്കുന്നതെന്നാണ് പോൾ പറഞ്ഞത്. അത് ചൊറിഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നീ എന്തോ ചെയ്യണം? നീ അവരുടെ വഴി പഠിക്കരുത്. നിന്റെ അടുത്ത് ആൾ കൂടുന്നില്ലെന്നും പറഞ്ഞ് അവിടെ ഒത്തിരി ആളുണ്ടല്ലോ, എന്നാൽ ചൊറിഞ്ഞു കൊടുത്തേക്കാം, അപ്പോൾ ആള് വരുമല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകല്ലെന്ന് തിമോത്തിയോസിനോട് പറയുന്നത്. കീപ് യുവർ ഹെഡ് ഇൻ ഓൾ സിറ്റുവേഷൻ, ഡോണ്ട് അഡൾട്രേറ്റ് ദ വേർഡ്.
എന്തൊക്കെ സംഭവിച്ചാലും ഇതിനെ അഡൾട്രേറ്റ് ചെയ്യരുത്. അങ്ങനെ പറയുമ്പോൾ പോൾ പറയുന്നൊരു കാര്യം, ഞാൻ എന്തിനെ സാക്ഷി വെച്ച ക്രിസ്തുവേശുവിനെയും, മുകളിലത്തെ വാക്യം, അതായത് വേഴ്സ് 1, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും അപ്പം ന്യായവിസ്താരം നടത്തുവാനുള്ള, ജീവനോടുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നേ ഉള്ളൂ. അത് ക്രിസ്തുവേശുവിൻ്റെ ആ ന്യായവിസ്താരം, ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷത, രാജ്യം. നോക്കി, അത് വന്നിട്ടില്ല. ആ രാജ്യത്തെയും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അയ്യോ, ഇതൊക്കെ നമ്മുടെ ഉപദേഷ്ടാക്കന്മാരൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. സത്യം ചെയ്ത് ഞാൻ കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. നോക്കുക, അപ്പോൾ the kingdom is yet to come. It is already come, yet to come. അല്ലേ? 2 പത്രോസ് 1:11. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിങ്ങൾ പ്രാപിക്കുമെന്ന്. ഇറ്റ് ഈസ് അറ്റ് ഫ്യൂച്ചർ. ഒരിടത്ത് പറയുന്നു ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ, യു ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം. പിന്നെ വേറൊരിടത്ത് പറയുകയാണ് ഇറ്റ് ഈസ് സെറ്റ് ടു കം. ഓക്കെ, ആ ബിബ്ലിക്കൽ പ്രൊഫസീസ് എല്ലാം ഓൾറെഡി നോട്ട് എറ്റ്, ഓൾറെഡി നോട്ട് എറ്റ്. വന്നു കഴിഞ്ഞു, വരാൻ പോകുന്നു, വരാൻ പോകുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഈ ടെൻഷനിലാണ് ദൈവമക്കള് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പോള് പറയുന്നത്, നമ്മുടെ പുത്രത്വത്തിൻ്റെ ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ ഞരങ്ങുകയാണെന്ന്. വി ഗ്രോൺ, knowingly or unknowingly, we all groan. Every redeemed child of God groans for the day of his redemption. അല്ലേ? ഫുള്ളി ഈ പാപത്തിൻ്റെ എന്താ പറയുന്നേ, ആ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ട് നമ്മളെ റിഡീം ചെയ്യുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗ്രോൺ ചെയ്യുകയാണ്. റെവലേഷൻ 11:15, 11:15 വായിച്ചോളൂ. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. നോക്കുക, ഇറ്റ് ഈസ് സെറ്റ് ടു കം. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. പക്ഷേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചിരിക്കുന്നു ഓൾറെഡി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ എന്താ പറയുന്നേ, വാഴ്ചകൾക്കും, എഫേസ്യ ലേഖനം 1-ാം അധ്യായം, സ്വർഗ്ഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും, നോക്കുക, സ്വർഗത്തിൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു, എല്ലാ വാഴ്ചയ്ക്കും, അധികാരത്തിനും, ശക്തിക്കും, കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സോ ക്രൈസ്റ്റ് ഈസ് ഓൾറെഡി reigning king and lord. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചാൽ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു.
അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. ആ ഒരു പദപ്രയോഗം വളരെ ശ്രദ്ധിക്കണം. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇതിന് 2 ഫുൾഫിൽമെന്റ് ഉണ്ട്, 2 നിലയിലുള്ള നിവൃത്തിയുണ്ട് ഈ വേദഭാഗത്തിന്. എന്താണെന്നറിയാമോ? 2 നിവൃത്തി. ഒരു നിവൃത്തി നമ്മളിപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനത്തെ വായിച്ച ഈ കാര്യത്തിൻ്റെ നിവൃത്തിയാണ്. അതാണ് ഈ വേദഭാഗത്തിൻ്റെ ഒരു നിവൃത്തി. എന്താണെന്നറിയാമോ? കാരണം ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. പക്ഷേ ആകാശമേഘങ്ങളോടെ വരുന്നവൻ ഭൂമിയിലോട്ടല്ല വരുന്നത്, പിന്നെ എങ്ങോട്ടാ വരുന്നത്? അവൻ വയോധികന്റെ അടുക്കലോട്ടാ പോയത്. നോക്കിക്കേ, അപ്പോൾ ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത് ആഫ്റ്റർ ഹിസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ, യേശു കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടുകൂടി, അവിടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് എന്താ? അവൻ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു. ഹി വെന്റ്. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. എങ്ങോട്ടാ വന്നത്? അവൻ വയോധികന്റെ അടുക്കലോട്ട് ചെന്നു. അപ്പൊ അങ്ങോട്ടാ പോയത്. ശ്രദ്ധിച്ചേ, അങ്ങോട്ട് പോയി. എന്നിട്ട് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. അടുത്ത വാക്യം, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന്. സകല ജാതികളും ജാതികളും സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അപ്പൊ രാജ്യത്വം ഓൾറെഡി കിട്ടി. രാജ്യത്വം, he's given a kingdom already, he's got. When his work of redemption on the cross, ക്രൂശ് നിമിത്തം. അതുകൊണ്ടല്ലേ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് 5-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ പിതാവാകുന്ന ദൈവത്തെക്കുറിച്ചുള്ള അവിടുത്തെ തേജസ്സിനെ കുറിച്ചും അവിടുത്തെ മഹിമയെക്കുറിച്ചും, ഹിസ് മെജസ്റ്റി, ഗോഡ് ദ ഫാദർ, 4th chapter of Revelation. എന്നാൽ 5th chapterലേക്ക് വരുമ്പോൾ the focus shifts and the focus is on God the Son. അല്ലേ? 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുത്രന്മേലാണ് ഫോക്കസ്. ആ സ്പോട്ട് ലൈറ്റ് മുഴുവൻ പുത്രന്മേലാ. എന്നിട്ട് പറയുകയാണ്, അകത്തും പുറത്തും മുദ്രയിട്ടൊരു പുസ്തകം ഞാൻ കണ്ടപ്പോൾ ഈ പുസ്തകം തുറക്കാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും ആർക്കും കഴിയത്തില്ലെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹവും പിന്നെ ഇശായിയുടെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും പൊട്ടിപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ ജയം പ്രാപിച്ചത്? താഴോട്ട് നമ്മൾ വായിച്ചാൽ അവിടുന്ന് അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ, അതാണ് ഈ പുസ്തകം, ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി. ഈ പുസ്തകമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രമാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഡെസ്റ്റിനിയും കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണം യേശു കർത്താവ് ജയം പ്രാപിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. അതാണ് ആകാശമേഘങ്ങളിൽ ഒരുത്തനെ, മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവനെ അടുത്തു വരുമാറാക്കി. എന്നിട്ട് ജാതികളും വംശങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കുവാൻ. എന്നിട്ട് പറയുക, അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്, നശിച്ചു പോകാത്ത രാജ്യത്വമാണ്. നോ വണ്ടർ നമ്മുടെ കർത്താവിനെ അവര് വിചാരണ ചെയ്തപ്പം, മഹാപുരോഹിതന്മാര് അവർ വിചാരണ ചെയ്തപ്പം ഒരു ചോദ്യമാ, നീ അത്യുന്നതന്റെ പുത്രനായ ക്രിസ്തുവോ? മറുപടി എന്നാ പറഞ്ഞതെന്നറിയാമോ? മറുപടി പറഞ്ഞത്,
നിങ്ങളൊരു കാര്യം കാണാൻ പോകുക. ഏതാ കാണാൻ പോകുന്നതെന്നറിയാമോ? മനുഷ്യപുത്രൻ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നതും മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന്. ഇത് കേട്ട ഉടനെ അവരുടെ ഇൻസ്റ്റന്റ് റെസ്പോൺസ് എന്നാണെന്നറിയാമോ? ഇനിയും എന്തിനാ സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യം? വസ്ത്രം കീറി. കാരണം അവർക്ക് കാര്യം മനസ്സിലാക്കി. ജീസസ് വാസ് ടോക്കിംഗ് അബൌട്ട് ദ സൺ ഓഫ് മാൻ ഇൻ ഡാനിയേൽ ചാപ്റ്റർ 7:13 and 14. They instantly understood it. അവർക്ക് അന്നേരം തന്നെ മനസ്സിലായി കാര്യം എന്നാ പറഞ്ഞതെന്ന്. നോക്കിയേ, ആ കിങ്ഡം ഈസ് ഓൾറെഡി അറ്റ് ദ ഫീറ്റ് ഓഫ് അവർ ലോർഡ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 11:15 ആ വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കുക. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും 11:15 നമ്മൾ നേരത്തെ വായിച്ച 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം. ഏഴാമത്തെ ദൂതൻ എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രകളുണ്ട്. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് we are at the threshold of the final hour. 5 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ കാര്യങ്ങൾ ആ ഹിസ്റ്ററിയുടെ ഒരു ഇറ്റ് ഈസ് ആൻ അൺട്രാവലിംഗ് ഓഫ് ഹിസ്റ്ററി. കർത്താവിൻ്റെ 1ാം വരവ് മുതലുള്ള കാര്യങ്ങളും സഭ എങ്ങനെ കടന്നു പോകും. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് അവർ പറയുക, അയ്യോ അവരുടെ മഹാകോപ ദിവസം വന്നല്ലോ, ആർക്ക് നിൽക്കാൻ കഴിയും? അന്നേരമാണ് തുടങ്ങുന്നേ 6ാമത്തെ മുദ്ര. പിന്നീടാണ് 7ാമത്തെ മുദ്ര നമ്മൾ കാണുന്നത്, ആക്ച്വൽ കമ്മിങ് ഓഫ് ദ ലോർഡ്. അതിന് സമാനമാണ് 7 ദൂതന്മാരുടെ കാഹളം. ആ 7ാമത്തെ ദൂതൻ ഊതിയപ്പോഴാണ് എന്ത് വായിച്ചു? 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അക്ഷരീകമായി ലോകം മുഴുവൻ ആരുടേതാകുന്നു? ഇത് നമ്മളാരും ചിന്തിക്കരുത്. ഇതിങ്ങനെ ഒരു അന്തവുമില്ലാതെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകുന്നോ? അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് 1ാമത്തെ വരവ് ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ആർക്കും നിഷേധിക്കാനൊക്കെയില്ല. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യമാണ്. അതൊന്നും നിഷേധിക്കാൻ പറ്റുകയില്ല. ജനുവിനായിട്ട് ചരിത്രം സ്റ്റഡി ചെയ്യുന്ന ആർക്കും നിഷേധിക്കാനൊക്കെയില്ല. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അക്ഷരീകമായി നിവൃത്തിയാകും. നമ്മുടെ കർത്താവ് വരും, നിശ്ചയമായും വരും. ആ കർത്താവിൻ്റെ വരവിനു വേണ്ടി നമുക്കൊരുങ്ങാം. പ്രവചനങ്ങളുടെ നിവൃത്തി സംഭവിച്ചു കഴിഞ്ഞു. ഫൈനൽ അവറേ ഉള്ളൂ ഇനി ബാക്കി. ഇറ്റ് ഈസ് ഓൺലി ദ ലാസ്റ്റ് അവർ ഇൻ ഗോഡ്സ് കലണ്ടർ. Nothing else is left unfulfilled. Everything is fulfilled. Only the final thing. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ മർത്യമായത് അമർത്യമായതിനെയും നോക്കിയേ. ഹല്ലേലൂയ. ആ ദിവസത്തിൻ്റെ പ്രത്യാശയിൽ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ചായൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും.